ഞങ്ങൾ ഇന്നൊരു മീൻ പൊള്ളിക്കാൻ പോവുകയാണേ. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കൂടെ പറഞ്ഞു തരാം കേട്ടോ. ഇത് ആവോലി എന്ന് പറഞ്ഞ മീനാണ്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ സ്കിന്നെല്ലാം എടുത്ത് നന്നായി ക്ലീൻ ചെയ്ത് മീനിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറുനാരങ്ങയുടെ നീര്, വെളിച്ചെണ്ണ ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു മുക്കാൽ മണിക്കൂറോളം അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് മസാല, ഉപ്പും എല്ലാം പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ പൊള്ളിക്കുന്ന മീനിലേക്ക് ഓൾറെഡി നമ്മൾ വേറെ മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അതിലേക്ക് മസാല ഇറങ്ങും. എന്നാലും ഒരു മുക്കാൽ മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. രണ്ട് സൈഡിൽ നന്നായി മസാല പിടിപ്പിച്ച മീൻ ഫ്രിഡ്ജിൽ മുക്കാൽ മണിക്കൂർ സൂക്ഷിച്ച മീൻ എടുത്ത് നമ്മൾ ഫ്രൈ പാനിലിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, എങ്കിലും ഒരുവിധം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് സൈഡ് മറിച്ചിട്ട് പൊടിഞ്ഞു പോവാതെ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. മീൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ തന്നെയാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പം മീനെടുത്ത് മാറ്റിയതിന് ശേഷം ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉലുവ ഇടുക. ഉലുവയിട്ട് നന്നായി ഉലുവ പൊട്ടിയതിന് ശേഷം കറിവേപ്പില, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇവ ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ചെറിയുള്ളി നന്നായിട്ട് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ അത് വഴറ്റിയെടുക്കണം. ചെറിയുള്ളി നന്നായി ബ്രൗൺ നിറമായതിന് ശേഷം അതിലേക്ക് സവോള ചേർക്കണം. ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്യണം. സവോള ഒന്ന് വാടിയതിന് ശേഷം, സവോള നന്നായിട്ട് ബ്രൗൺ നിറമാവേണ്ട ആവശ്യമില്ല, സവോള ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ ചേർക്കണം. 2 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് അത് നന്നായി വഴറ്റി യോജിപ്പിക്കണം. നന്നായി വഴറ്റിയ ടൊമാറ്റോയിലേക്ക് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർത്തിട്ട് നന്നായി ഒന്നുകൂടി നന്നായി അതിൻ്റെ പൊടിയുടെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ, ആദ്യത്തെ കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കണം കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ അതിലേക്ക് ചേർത്ത് അത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കുക. അപ്പോൾ ആ തേങ്ങയ്ക്കകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് തേങ്ങാപ്പാലിനകത്തെ വെള്ളമൊക്കെ ഒന്ന് പറ്റി അത് മസാലയുമായിട്ട് ചേർന്ന് നല്ല കുറുകിയ ഒരു ഗ്രേവിയുള്ള മസാല നമുക്ക് കിട്ടും. കേട്ടോ, നല്ല ഗ്രേവിയുള്ള നല്ല കുറുകിയ മസാല. അതിനുശേഷം വാഴയില എടുത്തിട്ട് അതിലേക്ക് 2 വാഴയില എടുക്കണം കേട്ടോ, കാരണം ഇത് പൊട്ടിപ്പോകും വാഴയില. അതുകൊണ്ട് 2 വാഴയില എടുക്കുക. അതിലൊരു വാഴയിലയിലേക്ക് നമ്മൾ മസാല വെച്ചിട്ട് ഉണ്ടാക്കിയ മസാലയുടെ പകുതി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വറുത്ത മീൻ വയ്ക്കുക. പൊടിഞ്ഞു പോകാതെ നോക്കണേ, പൊടിഞ്ഞു പോകാതെ അതിലേക്ക് വെച്ച് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മസാലയും കൂടി ചേർത്ത് വാഴയില മടക്കി രണ്ടാമത്തെ വാഴയിലേക്കകത്ത് വെച്ച് പൊതിഞ്ഞ് നല്ലതുപോലെ കെട്ടി എടുക്കുക. പൊട്ടിപ്പോകാതെ നല്ലതുപോലെ ചുരുട്ടി രണ്ടാമത്തെ വാഴയിലയിൽ വെച്ച് കെട്ടിയെടുത്തിട്ട് നമുക്ക്
2 3 കെട്ടിക്കോട്ടെ, ഇല്ലെങ്കിൽ അത് തുറന്നു പോവേ. അതിനുശേഷം നമുക്കൊരു പാനിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വാഴയിലേക്ക് നല്ലപോലെ വെന്ത് കരിയുന്നിടം വരെ കുറേ നേരം വെച്ച് പതിയെ സ്ലോ കുക്ക് ചെയ്ത് ഇത് നന്നായി വേവിച്ചെടുക്കണം. അതിനുശേഷം തുറന്നു കഴിഞ്ഞെന്നാൽ നമ്മുടെ മീനിൻ്റെ അവസ്ഥ എന്തായെന്ന് നമുക്ക് നോക്കാം. നല്ല ആവി പറക്കുന്ന നല്ല മീൻ പൊള്ളിച്ചത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതാണ് ചുമന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മീനിൻ്റെ അവസ്ഥ. ഇനി നമുക്കിത് കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണേൽ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞങ്ങളിത് കപ്പയുടെ കൂടെയാണ് കഴിക്കുന്നത് കേട്ടോ. കപ്പ വേവിച്ചതിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഓക്കെ, എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, ഇടുക്കിക്കാരൻ ബിജുവിൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.